മേയർ സാർ ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് 3 പെൺകുട്ടികളാണ്. ഈ 3 പെൺകുട്ടികളും മെൻസസാകുന്ന കുട്ടികളാണ്. മറ്റൊരാൾ വന്ന് ഇവിടെ താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് എന്നെ തള്ളിവിട്ടിരിക്കുന്നത്. ഞാനിവിടെ ചോദിക്കാൻ ഇന്ന് കോഴിക്കോട് നഗരത്തിലാണ്. സ്വകാര്യ സംരംഭകരുടെ സഹായത്തോടെ കോഴിക്കോട് കോർപ്പറേഷൻ നിർമ്മിച്ച കല്ലുത്താൻകടവ് ഫ്ളാറ്റിന്റെ ദുരവസ്ഥ മാസങ്ങൾക്ക് മുമ്പ് ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. നിരവധി അന്വേഷണ കമ്മീഷനുകളും ഒപ്പം സർക്കാർ തലത്തിലെ പ്രഖ്യാപനങ്ങളുമൊക്കെ ഈ വിഷയത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണയും അവസ്ഥയ്ക്ക് മാറ്റമില്ല. കഴിഞ്ഞ ദിവസവും 7ാം നിലയിലെ ഫ്ളാറ്റിന്റെ മേൽക്കൂര അടർന്നു വീണു. കോഴിക്കോട് നഗരത്തിലെ കല്ലുത്താൻകടവ് നിവാസികളുടെ ദൈന്യത ആർന്ന ജീവിതം ന്യൂസ് 18 മാസങ്ങൾക്ക് മുമ്പ് പുറത്തു കൊണ്ടുവന്നിരുന്നു. സർക്കാരും കോർപ്പറേഷനും ഒക്കെ വിഷയത്തിൽ ഇടപെടുകയും NIT കൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ ഈ പഠന റിപ്പോർട്ടുകൾ ഇനിയും പുറംലോകം കണ്ടിട്ടില്ല. ഒപ്പം അറ്റകുറ്റപ്പണികൾ ഒരു വശത്ത് പോലും ഒരു നിലയിൽ പോലും നടത്താൻ അധികൃതർ തയ്യാറാവുകയും ചെയ്തിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഇതാ മഴക്കാലം എത്തുമ്പോൾ വീണ്ടും മേൽക്കൂരകൾ താഴേക്ക് പതിച്ച് ജനങ്ങളുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. നമുക്ക് ഈ 7ാം നിലയിൽ താമസിക്കുന്ന താമസക്കാരോട് തന്നെ ചോദിക്കാം, എന്താണ് സംഭവിച്ചത്? എന്തായിരുന്നു സംഭവിച്ചത്? ഞാൻ രാവിലെ അങ്ങനെ പണിക്ക് പോയതാണ്. എൻ്റെ മോള് വലിയ മോള് മറുമോളൊക്കെ ഉണ്ടായി. ഓണാന്ന് വിളിച്ച് രാവിലെ പറഞ്ഞത് അമ്മ ഇങ്ങനെ പൊട്ടി വീണിട്ടുണ്ടെന്ന്. ചെറിയ മോൾ അവിടെ കിടന്നുണ്ടായി. ഓൾ മേലെ ചില്ലൊക്കെ കഷ്ണങ്ങളൊക്കെ മുഖത്തിലായി പോലെ. ഓൾ അവിടെ കിടന്നത്. അപ്പോഴാണ് ഓണ് വന്ന് വിളിച്ചത്. അപ്പോഴാണ് ആ പേടിച്ചിട്ട് ഓടി വന്നത്. ആരില്ല. ഇപ്പോൾ രാത്രി പുള്ളി കിടക്കുമ്പോൾ ഓണ് വന്ന് പേടിച്ചിട്ട് അമ്മ അവിടെ കിടക്കാന്ന് പറഞ്ഞിട്ട് ഓണുണ്ടാകും കൂടെ വിടുന്നതാണ്. മോൾ മറുമോൾ ഇവിടെ ഉണ്ടാവില്ല. രാത്രി ഇവിടെ കൂടെ വന്ന് കിടന്നതാ പേടിച്ചിട്ട്. ഇവിടെ കിടന്നതാ. ഇപ്പൊ അതിന്റെ വശങ്ങൾ സൈഡും പൊട്ടിയിട്ടുണ്ട്. രാത്രി അത് നമ്മൾ കിടക്കാൻ നേരത്ത് പൊട്ടി വീണതാ. നമ്മൾ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാ കഷ്ണങ്ങള്. നമ്മൾ വിചാരിക്കൂല കള്ളത്തരം പറയുന്നു വിചാരിച്ചിട്ട് എടുത്തു വെച്ചതാ രാത്രി. തെളിവ് കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. രാത്രി കിടക്കാൻ നേരത്ത് വീണത് അവിടുന്ന്. അതാണ് ഇതിപ്പോ ബാക്കി ഭാഗം കൂടെ വീഴാൻ സാധ്യതയുണ്ട്. പേടിയാവും. ഇതിപ്പോ അടുക്കള അവിടെ പൊളിഞ്ഞിട്ടുണ്ട്. ഒരു സാധനം ബാത്റൂമിലത്തൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. റൂമിലത്തൊക്കെ നോക്കി റൂമിലത്തൊക്കെ ഒന്നും ഇല്ല അവിടെ. നേരത്തെ കഴിഞ്ഞ വർഷം ഇതുപോലെ നമ്മൾ വാർത്തയൊക്കെ ചെയ്തപ്പോ അവരൊന്ന് കുറെ പരിശോധനയൊക്കെ നടത്തി അല്ലേ? പിന്നെ അതിനുശേഷം ഒന്നും ഇല്ല അവിടെ. ഇപ്പൊ ശേഷം ഞങ്ങൾ വീട് പൊളിഞ്ഞ് കിടക്കുന്നത്. ഞങ്ങൾ എല്ലാവരും ഇവിടെ കിടക്ക ചാലലായിട്ടാണ് ഞങ്ങൾ ഇവിടെ കിടക്കുന്നത്. ഇപ്പൊ എപ്പോഴാ വീഴുന്ന അറിയുന്നില്ല. അതാണ്. ഇതിപ്പോ എത്ര വയസ്സുള്ള കൊച്ചിന് ദേഹത്തൊക്കെ ഇത് വീണത്? 15 വയസ്സാണ്. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. ഇവിടെ കിടന്നു കിടക്കാനുള്ള സാധാരണ ഞങ്ങൾ ഓർമ്മിച്ച അവിടെ കിടക്കുന്നത്. ഞാൻ രാവിലെ 7 മണിക്കാണ് പോയത്. ഓള് 10 മണി വരെ കിടന്ന് ഉറങ്ങാൻ. ഇവരൊക്കെ പണിക്ക് പോലെ കണ്ട് നേരത്തെ എണിച്ചതാ. ഒരു 8 ഉണ്ടാവും. എനിക്ക് 9 മണിക്കാണ് പോണ് വന്നത്. പൊളിഞ്ഞ് വീണിട്ട് ആ പേടിച്ചിട്ട് ഓടി വന്നതാ. ആവശ്യത്തിന് വന്നതാ. വന്ന് നോക്കുമ്പോൾ ഇങ്ങനത്തെ ശരിയാണ്. മൊത്തത്തിൽ പേടിയാണ് ഇവിടെ കിടന്നുറങ്ങാൻ. ഒരു ആദ്യം അങ്ങനെ തന്നെ കണ്ടിട്ട് എപ്പോഴാ വീട് മുപ്പൊരാൾ പറഞ്ഞ് എപ്പോഴാ വീട് നമുക്ക് പേടിച്ചിട്ട് നമുക്ക് വീട് മാറാൻ ആ വാടകയ്ക്ക് നിങ്ങൾ വീട് നോക്കി നടന്നുണ്ടായി. കിട്ടുന്നില്ല പൈസ. നമുക്ക് വാടക പോയാൽ വാടക പൈസ കൊടുക്കാൻ പറ്റായിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. പുറത്തൊക്കെ വീട് നോക്കി നടക്കുക. പൈസ ഉണ്ടാവില്ല. നമ്മൾ വീട്ടു പണി ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ആരാളും ഒന്നും ചെയ്യാൻ സഹായിക്കാൻ പറ്റൂല നമുക്ക്. ഞാൻ വീട് ഇപ്പൊ അടുത്ത് പോകാന്ന് വിചാരിച്ച് മാറി നിൽക്കാന്ന് വിചാരിക്കുന്നില്ല കുറച്ച് ദിവസം. ഇതിപ്പോ എന്താ അവര് പറയുന്നത്? കോർപ്പറേഷനോട് പറഞ്ഞോ ഇത് പൊളിഞ്ഞു വീണത്? ഇല്ല, പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞിട്ട് എന്താ കാര്യം? അവർ വന്ന് നോക്കുന്നില്ല. നോക്കിട്ട് പോകണുള്ളൂ. അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. കഴിഞ്ഞ പോയിട്ട് ഇപ്പൊ 6-7 മാസം വീഡിയോ കോൾ മാത്രമല്ല എന്താ വന്നു പോണത്. വേറെ ആരും ഒന്നും വരുന്നില്ല, ഒന്നും പറയുന്നില്ല. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്ത്? ഇപ്പൊ ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി. നമ്മൾ പേടിച്ച് വെച്ച് കിടക്കണ്ടല്ല. നമ്മളപ്പം രാത്രി മോൻ പോകും. ഒരമ്മ അവിടെ ചീത്ത അറിയാം. മരുമോണ്ട് അമ്മയൊക്കെ ഇങ്ങനെ ചീത്ത അറിയാം. വന്ന് എത്ര ദിവസമായി ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടാന്ന് പറഞ്ഞിട്ട്. ഏകദേശം രാവിലെ ഒരു 9-9:15 ഇടയിലാണ് സംഭവം നടന്നത്. ഞാനും വൈഫും ചായ കുടിക്കാനകത്ത്. അവിടെ അനിയത്തി താഴെ കിടന്നുറങ്ങാം. അത് കിടന്നുറങ്ങി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സാധനം മരുന്ന് കുട്ടി വീണപ്പോൾ പെങ്ങളെ മേത്തേക്ക് തെറിച്ച് പൊടിയും കാര്യങ്ങളൊക്കെ കണ്ണിലേക്കൊക്കെ തെറിച്ച്. അപ്പത്തിന് ഓള് എണീറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ഓളോട് പറഞ്ഞ് അടിച്ച് വാരി ഫ്ലാറ്റിൽ ആരെങ്കിലും വന്ന് വിളിച്ച് പറയാൻ. അമ്മനെ വിളിച്ച് പറയും. ഒരു 5 മിനിറ്റ് പോലെ ആയില്ല, രണ്ടാമതും വീണ്.
ഇത് ഒരു സൈഡ് കഴിഞ്ഞ് ആ സൈഡിൽ തന്നെ രണ്ടാമത് പൊളിഞ്ഞു വീണ്. ഇതിങ്ങനെ പൊളിഞ്ഞു തന്നെയാണ്. ഇവിടെ അധികാരികളോടൊക്കെ പറഞ്ഞ്, പക്ഷെ ആരും വന്ന് അന്വേഷിച്ചിട്ടൊന്നുമില്ല. കോൺഗ്രസിന് വന്ന് അന്വേഷിച്ചില്ല എന്നാണ് പറഞ്ഞത്. അമ്മ ഏതൊക്കെ കോൺഗ്രസ് നേതാക്കൾ ഒരു വന്ന് വർത്തമാനം പറഞ്ഞെന്നാണ് പറയുന്നത്. വേണ്ടപ്പെട്ട അധികാരികൾ ഇതുവരെ വന്നിട്ടില്ല, ഇവരോട് വന്ന് അന്വേഷിച്ചിട്ടില്ല. ഇതൊക്കെ പോരായ്മകളാണ് ഞാൻ കാണുന്നത്. ഈ കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ വന്നിട്ട് ഇതുപോലെ വന്നത് ഞാൻ കേട്ട്, അത് ഇപ്പുറത്തെ ഫ്ലോറിലാണ് നടന്നെന്ന് പറഞ്ഞു. അതും ഇതേപോലെ തന്നെ ഒരാഴ്ച നീണ്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും മറന്നു. ഇതിപ്പോൾ എങ്ങനെയാണ് ഇത് ഈ അങ്ങേറ്റം ഒരു കൃത്യമായൊരു നിർമ്മാണം അല്ലെന്നാണ്? അല്ല, ഒരിക്കലാണെന്ന് പറയാൻ പറ്റില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കുറേ അഴിമതികൾ ഇതിനിടയിൽ കൂടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ പുറത്ത് വരണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ ഒന്നാമത് ഇവിടെ ഫുള്ള് സാധാരണക്കാരാണ്. ഈ സാധാരണക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നടക്കും, ഇനി ഇത് മൂന്നാമത്തെ പ്രാവശ്യം നടക്കും, നാലാമത്തെ പ്രാവശ്യം നടക്കും. ഈ നടക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്കായി പറ്റുക ഈ മാലിന്യങ്ങൾ ഇത് ചെയ്താലോ പറ്റുക, അല്ലാണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ അങ്ങനെ തെറ്റുണ്ടോ? പിന്നെ ഇതുപോലും പര്യാപ്തമല്ലാത്ത സാഹചര്യമല്ലേ? നിങ്ങൾ ഒരു വീട്ടിൽ തന്നെ എത്ര ആളുകളാണ്? അതെ, അല്ലെ, ആളുകൾക്കൊന്ന് കിടന്നിറങ്ങാൻ? അത് ശരിയാണ്. അവരോട് ഈ ഫ്ലാറ്റിൽ കയറുമ്പോൾ അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ 2 റൂമും കൊടുക്കുന്നതായിരുന്നു. ഈ 2 റൂമും ഇപ്പോൾ ഇവർക്ക് താമസം, ഇപ്പോൾ ഒരു വീട്ടിൽ മാക്സിമം വരുന്ന 2 പെൺകുട്ടികളും 3 പെൺകുട്ടികളും വരുന്നുണ്ട്. ആ പെൺകുട്ടികൾ വരികയാണെങ്കിൽ ഒരു കല്യാണം കഴിച്ചു ഇവിടെ നിൽക്കാൻ വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട്. ചിലപ്പോൾ ആൺകുട്ടികളുള്ളവരായിരിക്കും. അപ്പോൾ ഇവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് പോവുകയാണ്. എന്തിനാ ഈ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് പോകേണ്ട ആവശ്യം? ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റാത്ത പിന്നെ എന്ത് ഭരണാധികാരികൾ നമ്മൾ കേരളത്തിൽ വേണ്ടേ? എന്തിനാണ് ഓരോരുത്തർ അവിടെ ഇവിടെയും പറഞ്ഞു കളിക്കല്ലേ? ഇത് പറഞ്ഞു കളിക്കട്ടെ, ഓരോരോ ലൈഫും കാര്യങ്ങളും വീടും കാര്യങ്ങളും നന്നാക്കട്ടെ. പാവങ്ങൾ ഇങ്ങനെ കടന്നു പോകും. 9ാം നിലയിൽ തന്നെ മറ്റൊരു ഫ്ളാറ്റാണിത്. ഇതിന്റെ മേൽക്കൂരയും ഏതാണ്ട് ഏത് നിമിഷവും അടർന്നു വീഴാവുന്ന രീതിയിൽ നിലനിൽക്കുന്നു. ഒപ്പം അടുക്കളയിലെ പല ഭാഗങ്ങളിലും വിള്ളലുകൾ പ്രത്യക്ഷമായിട്ടുണ്ട്. ചില വിള്ളലുകൾ കൂടി വെള്ളം പോലും അകത്തേക്ക് ഈർപ്പമായി വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇവിടെയും വലിയ ബുദ്ധിമുട്ടിലാണ് ആളുകളുടെ താമസം. എങ്ങനെയാണ് ഈ ആണിയടിക്കുമ്പോൾ ഇളകി വരുന്നു, മുകൾ ഭാഗം വീണ്ടും താഴേക്ക് വരാനൊരുങ്ങുന്നു? ഞാൻ കോഴിക്കോട് കോർപ്പറേഷനിലും കണ്ടിജൻ ജീവനക്കാരനാണ്. എൻ്റെ ശമ്പളത്തിൽ നിന്ന് 4,950 രൂപ ശമ്പളം റിക്കവറി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനെന്താ എന്താ വെച്ചാൽ ഒരു 5-6 മാസമേ ഉള്ളൂ പിരിയാനുള്ളത്. അതുകൊണ്ട് ഞാൻ വലിയ വിഷയമാക്കാത്തത്. ഈ ഭാഗത്ത് ഞാൻ താമസിക്കാൻ വന്ന സമയത്ത് ഇവിടെ ഈ പാത്രങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ വേണ്ടി ഇവിടെ അതിൻ്റെ മേൽക്കൂരയിൽ അല്ലെങ്കിൽ നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ഞാൻ എൻ്റെ സ്വന്തം പൈസ ചെലവാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ വേണ്ടി ഈ അടുത്ത ഭാഗത്ത് ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കാൻ വേണ്ടി എല്ലാം സംവിധാനം ചെയ്തപ്പോൾ ആ ആണി വരെ അവിടെ നിൽക്കാത്തൊരു സംവിധാനങ്ങളാണ്. ഉള്ള പാത്രങ്ങൾ എല്ലാം താഴ്ത്ത് വീണ് കുപ്പി കഷ്ണമൊക്കെ പൊട്ടി വീണതാണ്. ഒരു സംവിധാനം കൂടെ ഇല്ല. എന്നിരുന്നാലും ഞാൻ കോർപ്പറേഷൻ ജീവനക്കാരനെ കൊണ്ട് ഞാൻ ഒഴിഞ്ഞു പോകണം. ആയിക്കോട്ടെ, ഞാൻ കോർപ്പറേഷൻ കുറ്റമൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് ഒരു സുരക്ഷിതം വേണം. അത് നമ്മളെ ഭരണാധികാരികളും നമ്മുടെ സംഘടനാ നേതാക്കന്മാരും നമ്മുടെ മേയർ ഉൾപ്പെടുന്ന പ്രതിപക്ഷ അംഗങ്ങളും നമ്മളെ സംരക്ഷിക്കേണ്ട ഒരു കഴിവുണ്ട്. കാരണം ഞാൻ വെറുതെ അല്ല അവിടെ താമസിക്കുന്നത്. 4,950 രൂപ കോർപ്പറേഷന്റെ എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കുള്ള സൗകര്യം ചെയ്തു തരണം. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ അതിനുള്ള സൗകര്യങ്ങൾ നിലവിലില്ല അല്ലെ? എപ്പോ വേണമെങ്കിലും താഴെ വീഴാവുന്ന ഒരു ഭീഷണിയാണ്. സൗകര്യങ്ങൾ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു റൂമാ എനിക്ക് 3 പെൺകുട്ടികളാണ്. ഈ 3 പെൺകുട്ടികളെ മെൻസസ് ആകുന്ന കുട്ടികളാണ്. മേയർ സാർ ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് 3 പെൺകുട്ടികളാണ്. ഈ 3 പെൺകുട്ടികൾ മെൻസസ് ആകുന്ന കുട്ടികളാണ്. മറ്റൊരാൾ വന്ന് ഇവിടെ താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് എന്നെ തള്ളിവിട്ടിരിക്കുന്നത്. നടക്കാവ് കോളനിയിൽ ആ വിഷയം ഇല്ലായിരുന്നു. ഞാൻ തൽക്കാലം എൻ്റെ പൈസ കൊണ്ട് നടക്കാവ് കോളനിയിൽ ബാത്റൂമും താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഇട്ടേച്ച് ഒഴിവാക്കിയിട്ടാണ് ഇവിടെ വന്നത്. സാറും ഒരു പെൺകുട്ടിയാണ്. സാർ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതല്ല, ഇതിനെക്കാട്ടി നേരെ നമ്മൾ ചെയ്യണം. ഈശ്വര വിചാരിച്ചെങ്കിലും നിങ്ങൾ ചെയ്യണ്ട. ഒരു മുറി കൊടുത്തുകൊണ്ട് ഈറ്റിങ്ങളെ ഈ കരുത്താങ്ങള് താമസിച്ച പഴയ ആളുകളെ എന്തെങ്കിലും നല്ല രീതിയിൽ എത്തിക്കണം. ഇതല്ല ശരി നിങ്ങൾ ചെയ്തത്. ഇതിപ്പോ അതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ തവണ ഇതേപോലെ പ്രശ്നം വന്നപ്പോൾ അന്ന് വലിയ പഠനങ്ങളൊക്കെ നടന്നു. കഴിഞ്ഞ ഒരു വർഷം ഇതേപോലെ ഒരു ചെറിയൊരു കുട്ടീനെ പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്താണ് ഞാൻ താമസിക്കുന്ന 7ാം നമ്പർ ഫ്ലാറ്റിൽ നിന്ന് തൊട്ടടുത്തുള്ള മുറികളിൽ ഇതേപോലെ തന്നെയാണ് പൊട്ടി വീണത്. അന്ന് വന്ന് നോക്കി എല്ലാവരും
പറഞ്ഞ് ഞങ്ങൾ ശരിയാക്കി തരാമെന്ന്. പക്ഷെ ഒന്നും ശരിയാക്കിയിട്ടില്ല. വന്ന് ഒരു അളവിട്ട് പോയി എന്നല്ലാതെ വേറെ ഒന്നും നടന്നിട്ടൊന്നുമില്ല. താഴത്ത് വെള്ളത്തിന്റെ കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങളും പിന്നെ അൺലോക്കിന്റെ വിഷയം മാത്രമേ ചെയ്തു പോയിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. സാറ് ഒന്ന് മനസ്സിലാക്കണം. സാറ് വന്ന് നോക്കി ഈ ഫ്ളാറ്റിന്റെ അകത്തുനിന്ന് മലിനജലം എവിടേക്കാണ് ഒഴുകിപ്പോകുന്ന സംവിധാനങ്ങൾ എന്താണ്? മേയർ സാറും നമ്മുടെ സെക്രട്ടറിയും വന്ന് നോക്കണം. കോർപ്പറേഷൻ ജീവനക്കാരൻ എന്ന് എനിക്ക് പറയാം. മറ്റൊരു ഫ്ളാറ്റ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കൂല. മറ്റൊരു സാമ്പത്തിക നിലയുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളൊന്നും സാർക്ക് അറിയാനോ നമ്മളൊന്നും പറയണ്ട. സാറൊന്ന് വന്ന് നോക്കണം. വന്ന് നോക്കിയിട്ട് എന്താണ് പോകുംവഴി, ഈ സാധാരണ ഉള്ള ജനങ്ങളെ സംരക്ഷിക്കണം എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ വർഷം ഇതുപോലത്തെ ഒരു അപകട സന്ധിതി വന്ന സമയത്താണ് ഈ കാണുന്ന വെള്ളം ഒഴുകി ഒരു സമയത്ത് ഞങ്ങൾ കാണിച്ചു കൊടുത്തിരുന്നു. ഇതിനൊരു നടപടിയും നേർക്ക് ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടുമില്ല. മേയർ സാർ ഇത് അറിയണം. കാരണം ഇവിടെ താമസിക്കുന്ന പാവപ്പെട്ട ആളുകളാണ്. ഇവർക്ക് വേണ്ട ഉപകാരങ്ങൾ താങ്കൾ കൈവശം ഉണ്ടായിക്കണം എന്ന് മാത്രം എനിക്ക് പറയാം. വെള്ളം മഴ പെയ്ത് കഴിഞ്ഞാൽ ഉടനടി വെള്ളം വരുന്നുണ്ട്. ആ വെള്ളം താഴത്ത് വന്ന ശേഷം ഒരുപാട് ആളുകൾ, ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ ഇതുകൂടെ നടന്നു പോകാൻ പല പ്രാവശ്യം തെന്നി വീഴുന്നുണ്ട്. കയ്യും കാലും ഒക്കെ പൊട്ടി ആശുപത്രിയിൽ കൊണ്ട് കാണിച്ച് ഒരുപാട് പൈസ ചെലവാക്കി കഴിക്കും. സാറ് അറിയണം. അവിടെ പൊട്ടിയ സ്ഥലമുണ്ടല്ലേ? ഇവിടെയും ഇങ്ങോട്ടേക്ക് അതുപോലെ തന്നെ ലിഫ്റ്റിന്റെ തൊട്ടടുത്ത് തന്നെ ഈ റൂം 2 ഭാഗങ്ങൾ നടന്നു വരുന്ന സ്ഥലത്ത് തന്നെയാണ് വെള്ളം ഒഴുകി വരുന്നത്. പൊട്ടിയ ഭാഗങ്ങളാണ് ഇതൊക്കെ. സാറൊന്ന് കാണണം. അതുപോലെ തന്നെ മേലെ ഒന്ന് നോക്കിയാൽ തെർമോക്കോളാണ് ഒട്ടിച്ചത്. ഈ തെർമോക്കോൾ എന്തിനാണ്? ഇങ്ങനെയാണോ മറ്റുള്ള ഫ്ലാറ്റുകൾ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് എനിക്ക് അറിയില്ല. എന്നിരുന്നാലും ഇതൊന്നും ശരിയല്ല. കാരണം മനുഷ്യന്മാരൊന്നാണ്. സാറും ഞങ്ങളെ മക്കളൊക്കെ ഒരുപോലെ തന്നെയാണ്. ഇതുകൊണ്ടൊന്നും ശരിയല്ല. സാർ ഇതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളണം. ഒരു കോർപ്പറേഷൻ കണ്ടിച്ച് ജീവനക്കാരൻ എന്ന നിലയ്ക്ക് ഞാനും വാടക കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, സാറ് എന്തെങ്കിലും ഒന്ന് ഈ ഫ്ലാറ്റ് താമസിക്കുന്ന 7-ാം നമ്പറിലുള്ള 20 വീട്ടുകാർക്കും നല്ലത് ചെയ്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. സാറ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. എന്താണ് മൊത്തം ദൈവങ്ങളാണല്ലോ ഈ ഫോട്ടോകള്? അത് ഈ വിള്ളല് വന്നപ്പോ അത് പേടി തന്നിട്ടൊക്കെ ഒട്ടിച്ചിട്ടൊന്ന് മറച്ചു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊരു മനസ്സിനൊരു സമാധാനമാണല്ലോ. അപ്പൊ ദൈവത്തിനെ വിശ്വസിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുകയും ചെയ്യുക. അപ്പൊ അതൊരു സന്തോഷത്തിന് വേണ്ടിട്ട് അങ്ങനെ ഒട്ടിച്ചു വെച്ചെന്ന്. ഒട്ടിച്ചൊട്ടിച്ച് മൊത്തം ഇതായി. മൊത്തം ഇങ്ങനെ ഇതായി. എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടോ ഈ ഭിത്തിയില്? പ്രശ്നങ്ങൾ ഇതായി. ഈ ഭാഗത്തുണ്ട്, കുറച്ച് ഇതായി ഈ ഭാഗത്തുണ്ട്. എല്ലാം ഓരോന്നൊക്കെ വെച്ച് മറച്ചു വെച്ചേക്കോ? ഒക്കെ മറച്ചു വെച്ചു. പേടിയുണ്ടോ? മോനെ ഒട്ടിച്ച അവിടെ മുഴുവനും ഉള്ളതാ ആവശ്യത്ത്. അപ്പൊ അത് ഒട്ടിച്ചതിന്റെ ശേഷം കുറച്ച് ഒരു വ്യത്യാസമുണ്ട്. കോട്ട മാത്രം കണ്ടാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇതില് വൃത്തിയിൽ വെച്ചതാണ്. പേടിയുണ്ടോ ഇതിനകത്ത് ഉറങ്ങാൻ? പേടിയുണ്ട് മോനെ. ഞാൻ അധികം അങ്ങനെ കിടക്കുമ്പോ അധികം പുറത്തെണീച്ച് നടക്കുക ചെയ്യാം. രാത്രി മാത്രം ഒന്ന് വന്നിട്ട് കിടക്കും. പക്ഷെ എന്നാലും പേടിയാണ്. പെട്ടെന്ന് എന്താ അയാളെന്നുള്ള ഒരു ടെൻഷൻ അടിച്ചിട്ട്. എല്ലാ ചൂടുകൾക്കും പ്രശ്നമുണ്ടല്ലേ? അടുക്കളയില് പ്രശ്നമുണ്ട്, ആ മുറിയുണ്ട്. വരുമാന മാർഗം ഒന്നും വേറെ ഒന്നുമില്ല. വാർദ്ധക്യ പെൻഷൻ ഉണ്ട്. അത് കിട്ടിയിട്ട് തന്നെ ഇപ്പൊ 5 മാസമായി. അതുള്ള ഒരു വരുമാനം എന്ന് പറയുന്നത്. പിന്നെ മോനാണ്ട് സുഖമില്ലാത്തൊരു മോനാണ്. പിന്നെ ഡോക്ടർ കച്ചവടം ചെയ്തിട്ട് ഭാര്യനെയും നോക്കണം. 3 മക്കളും ഉണ്ട്. ആദ്യത്തെ ഭർത്താവിലുള്ള 3 മക്കളുണ്ട്. അപ്പൊ നമുക്കെന്തെങ്കിലും പറയാൻ പറ്റൂലല്ലോ. നമുക്കാണെങ്കിൽ ഹാർട്ട് പേഷ്യന്റാണ്. 2 അറ്റാക്ക് കഴിഞ്ഞതാണ്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവരെ വിഷമിക്കുന്നത് ശരിയല്ലല്ലോ. അത് വിചാരിച്ചിട്ട് ഒക്കെ സഹിച്ച് നിൽക്കുകയാണ് സാറേ. ഉള്ളതിനെ കൊണ്ട് ഒരു സമാധാനം നമുക്ക്. ഈ ടെൻഷനൊക്കെ കിടക്കുമ്പോഴാണ് ഈ വീടിന്റെ പേടി. വീടിന്റെ പേടി. അതിന്റെ അടുത്ത് കൂടിയാണ് വീടിന്റെ പേടി. ആദ്യം സാറുമാരുമായിട്ട് നല്ല നല്ല മനുഷ്യന്മാരുള്ളതിനെ നമുക്കൊരു സമാധാനമാണ്. ദൈവത്തിന്റെ മേൽ തന്നെ നമ്മൾ കരുതുന്നത്. വലിയ പ്രശ്നങ്ങളും മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ്. പല കാര്യങ്ങളും കോർപ്പറേഷൻ സർക്കാർ ഇപ്പോഴും ഇത് മാറ്റുന്നില്ല. ഇതിപ്പോ വാഗ്ദാനങ്ങൾ വെറുതെ വ്യതാവിലാകുന്ന ഒരു കാഴ്ചയാണ്. 10 മാസം മുൻപ് ഇതേപോലൊരു സംഭവം ഉണ്ടായിട്ട് കൗൺസിലും
മറ്റ് ബന്ധപ്പെട്ടവരെയൊക്കെ ഈ ഒരു കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്ന് പറഞ്ഞ് മേയറുടെ ശ്രദ്ധയിലും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്ത കമ്മീഷൻ വളരെ സജീവമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്ത. പക്ഷേ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അന്നിവിടെ ഈ ഒരു സെപ്റ്റേജുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ അറ്റകുറ്റപ്പണികളല്ലാതെ മറ്റൊന്നും തന്നെ നടന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വീണപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞ് കിടക്കുന്ന ഒരു ബെഡിൻ്റെ നേരെ താഴത്തേക്കാണ് വീണത്. ഇവിടെയുള്ള ആളുകൾ പറയുന്നത് കല്ലുത്താൻകടവിലായ സമയത്ത് ഞങ്ങൾക്ക് ആരെയും പേടിക്കാതെ അപകടമൊന്നുമില്ലാതെ സ്വൈര്യമായി കിടന്നുറങ്ങാമായിരുന്നു. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ കെട്ടിടം വലിയൊരു ഭീഷണിയുടെ മുന്നിൽ കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഏത് സമയവും എന്തും സംഭവിക്കാമെന്നുള്ളത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കാര്യം ഭരണസമിതിയുടെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയിട്ടും ഇതിൽ ഇടപെടൽ ഉണ്ടാവാത്തത് ഈ പാവപ്പെട്ടവരുടെ വിഷയമായതുകൊണ്ടാണോ എന്നുള്ളൊരു ചോദ്യമാണ് പ്രതിപക്ഷത്തിന് ചോദിക്കാനുള്ളത്. ചെറിയ രീതിയിലുള്ള അന്നിപ്പോൾ NITയുടെ അധികൃതർ പറഞ്ഞത് കെട്ടിടത്തിന് ബലക്ഷയമില്ല എന്നുള്ളത്. പക്ഷെ അതൊക്കെ ഒന്നുകൂടി പുനഃപരിശോധിക്കേണ്ട അവസ്ഥയിലേക്കാണ് വീണ്ടും അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കാണുന്നത്. മാത്രമല്ല അങ്ങനെയുള്ളൊരു കേടുപാടുണ്ടെങ്കിൽ അതിനെ ശരിയാക്കുന്നതിനുള്ള ഒരു നടപടിയും ഏതാണ്ട് ഒരു വർഷമായിട്ട് പോലും നടന്നിട്ടില്ല. ഇനി ഇതിൽ അമാന്തം ഉണ്ടാവരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പിന്നെ നമ്മൾ ഖേദിച്ചിട്ടോ നടപടിയെടുത്തിട്ടോ കാര്യമില്ല. ഇപ്പം നമുക്ക് നമ്മുടെ മുന്നിൽ ഒരുപാട് അപായ സൂചനകളുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു നടപടി കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. മാത്രമല്ല കമ്മീഷൻ നിർദ്ദേശിച്ച സെക്രട്ടറി കമ്മീഷന് മുൻപ് ഹാജരായപ്പോൾ പറഞ്ഞ യാതൊരു നടപടിക്രമങ്ങളും നടന്നിട്ടില്ല. അന്ന് അവർ തന്നെ കമ്മീഷന് മുൻപിൽ 7ാം നിലയിൽ കാര്യമായ രീതിയിലുള്ള അപായ സൂചനകളും അതുപോലെ ചുമരിൽ വിള്ളലും മറ്റു കാര്യങ്ങളും സെപ്റ്റേജിന് വർക്കും ഇവിടെയുള്ള ഈ ഒരു താഴിട്ട കട്ട ഇടിഞ്ഞു പോകുന്ന കാര്യങ്ങളും പില്ലറിനുള്ള വിള്ളലും ഒക്കെ അവർ സമ്മതിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ സമ്മതിച്ചിട്ട് എന്തുകൊണ്ട് ഇതിൽ നടപടി ഉണ്ടാകുന്നില്ല? ആരെങ്കിലും സംരക്ഷിക്കുന്നതിനാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതല്ല ഗുഡ് ഇൻറ്റൻഷനിലാണ് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിൽ ബദൽ നടപടി സ്വീകരിച്ച് 5 വർഷമായിട്ടുള്ളൂ. നമുക്ക് നമ്മുടെ വിശ്വാസ്യത, കോഴിക്കോട് നഗരസഭയുടെ വിശ്വാസ്യതയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതേ രീതിയിലുള്ള കെട്ടിട സമുച്ചയങ്ങൾ നമ്മൾ പാവപ്പെട്ടവരും നമ്മളിലേക്ക് ചേർത്ത് വെക്കേണ്ടവരുമായ അർഹതയുള്ള ആളുകൾക്ക് വേണ്ടി നിർമ്മിക്കുമ്പോൾ നാളെ ഏത് വിശ്വാസത്തിലാണ് ജനങ്ങൾ അതിനെ കാണുക എന്നുള്ളൊരു വലിയ ചോദ്യം കൂടി ഇതിനോടൊപ്പമുണ്ട്. സാധാരണഗതിയിൽ എന്തെങ്കിലും അടിയന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ താൽക്കാലികമായിട്ട് അതിൽ ഒരു അറ്റകുറ്റപ്പണി ചെയ്യുന്നത് നമ്മൾ പതിവ് കാണാറുണ്ട്. പക്ഷേ ഇപ്പോഴും പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കും. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ ഇടയിൽ ഇവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതിനോ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധമോ ഒന്നും ഇവരുടെ ഭാഗത്തുനിന്ന് ശക്തമായി ഇല്ലാത്തതുകൊണ്ട്, ഇവരാരൊക്കെയോ പേടിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന് അറിയില്ല. ഇവിടെയുള്ള ആളുകളോട് സംസാരിച്ച് നമുക്ക് മനസ്സിലാവും അവർക്ക് വലിയ ഭീതിയുണ്ട്. അവർ പറയുന്ന സ്വൈര്യമായിട്ട് ആ കല്ലുത്താൻകടവിൽ ഉറങ്ങുന്നതായിരുന്നു ഇതിലും മെച്ചം. അപ്പോൾ ഇനിയെങ്കിലും ഇത്രയും ക്ഷമയോടുകൂടി 10 മാസം ഇവർ ഇതാ പ്രവൃത്തി തുടങ്ങുന്നു എന്ന് കാത്തു നിന്നിട്ട് അവരെ വഞ്ചിക്കുന്നു. ഇനിയിപ്പോൾ ഇടവപ്പാതിയും വലിയ പെരുമഴക്കാലവുമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഏത് രീതിയിലുള്ള അപകടങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിയില്ല. നമ്മളിപ്പോൾ സ്റ്റേഴ്സിൻ്റെ അവിടെ നിങ്ങൾ ചെന്ന് നോക്കിയാൽ അറിയാം വലിയ രീതിയിൽ ശക്തിയിൽ വെള്ളം വരുന്നുണ്ട്. അപ്പം അതിനൊക്കെ ചെറിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണികളൊക്കെ കൊടുത്ത് അതുപോലെ ഇവർ സമ്മതിച്ച തിരുത്തലുകളൊക്കെ നടത്തി ഈ കെട്ടിടം സുരക്ഷിതത്വത്തോടു കൂടി ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാർഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ട്രാൻസ്പെറൻസിയിൽ ഈ മറ്റേ അവിടുത്തെ ചന്തയിലെ കച്ചവടക്കാരൊക്കെ പറയുന്നത് അവരെ മാറ്റുന്നത് ഒരു കൃത്യമായ പിക്ചർ നഗരസഭ കൊടുക്കുന്നുണ്ടായിരുന്നു. അതെ, ഈ പദ്ധതിയിലുടനീളം ഈ പദ്ധതിയിലുടനീളം നമ്മൾ മനസ്സിലാക്കിയ ഒരു ദുരൂഹതയാണ്. കാരണം നമ്മളൊരാളെ പുനരധിവസിപ്പിക്കുമ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് അവർക്ക് നൽകുന്നില്ല. ഇതിൻ്റെ ധാരണാപത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഓണർഷിപ്പ് ഇവരിൽ നിക്ഷിപ്തമല്ല, ഇപ്പോഴും നഗരസഭയിൽ നിക്ഷിപ്തമാണ്. എത്ര വർഷം വേണമെങ്കിലും ഇവർക്ക് താമസിക്കാം. ഇവിടെ താമസിക്കുന്നതിന് ഇവരിതിൻ്റെ ഇതായിട്ടുള്ള മെയിൻ്റനൻസിനും കാര്യത്തിനും ഒക്കെ സ്ഥിരമായി പൈസ അടയ്ക്കുന്നു. ഒരു വാടക സംവിധാനത്തിൽ യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെ ഒരു പറ്റം സാധുക്കളായ ആളുകളെ കബളിപ്പിക്കുന്ന രീതിയാണോ കോർപ്പറേഷന്
ഇതിന് പിന്നിലുള്ളത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതല്ല ഗുഡ് ഇൻറ്റൻഷനിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ നടപടി വേണം. ഞാൻ മനസ്സിലാക്കുന്ന ഇവിടുത്തെ കൗൺസിലർ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് കഴിഞ്ഞ തവണയും അതെ ഈ തവണയും അതെ ഇവിടെ അന്വേഷിക്കുകയോ വരികയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ആളുകൾ ഞങ്ങളെ വിളിക്കുന്നത്, ഞങ്ങൾ ഇതിനു മുൻപും ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള ഒരു ഉത്തരവാദിത്വം എന്തുകൊണ്ട് ഈ പ്രദേശത്തെ കൗൺസിലർ നിറവേറ്റുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇനിയും വൈകിട്ടില്ല, എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നെന്നാണ് പറയുന്നത്. ഈ ഒരു കാര്യം ഇതിന് കഴിഞ്ഞ വർഷം ഇതുപോലെ പല ന്യൂസ് ചാനലുമായും അധികാരികൾ മുന്നിൽ എത്തിച്ചതാണ്. എന്നിട്ട് അവർ വീണ്ടും വന്ന് 4 കുട്ടി അടിച്ചു പോയി. ഇത്രയും ആളുകളെ ജീവന് ആരാണ് ഉത്തരം പറയാ? എന്നിട്ട് ഇവർക്ക് എന്താ സംഭവിച്ചു? വല്ല എന്തെങ്കിലും ഒരു അംഗവൈകല്യോ അല്ല വേറെ എന്തെങ്കിലും അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ എന്താണ് ഗവൺമെന്റ് ചെയ്തു കൊടുക്കുക? കുറച്ച് വന്നിട്ട് ഇവിടെ വന്ന് തേങ്ങിക്കരിഞ്ഞോണ്ട് കാര്യം. ആദ്യം ഉണ്ടാകുന്ന പ്രശ്നത്തിന് അതിനും എന്തെങ്കിലും നടപടി സ്വീകരിച്ചേ മതിയാവും. അല്ലെങ്കിൽ ഇനി ഇതുപോലെ തന്നെ തുടർന്നു പോകുകയാണെങ്കിൽ ഞങ്ങളിത് സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും. ഇനി കോർപ്പറേഷൻ ഓഫീസ് പ്രതിരോധിക്കുക, അതുവരെയുള്ള എല്ലാ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകല്ല, വേറെ മാർഗമില്ല. കാരണം ജനങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യം ഞങ്ങൾ കുറെ പ്രാവശ്യം ശ്രദ്ധയിൽപ്പെടുത്തി. ആ സമയത്തൊക്കെ പറഞ്ഞ സിമെന്റ് ഇളകിപ്പോയി, പെയിന്റ് ഒന്ന് ഇതായിപ്പോയി. ഇന്ന് ഈ ഒരു സംഗതി നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ശരിക്കും വിണ്ട് കീറിപ്പോയത് തന്നെയാണ്. ഇതെന്താ സംഭവിക്കുന്ന ശേഷം നമ്മൾ ഇതിനെ പറ്റി പറയുക, അതിനെപ്പറ്റി കുറെ ആളുകൾ വന്ന് ഇതാക്കാം. നിങ്ങൾ മാധ്യമപ്രവർത്തകരും ഞങ്ങൾ ജനങ്ങളും മറ്റുള്ളവരും ഇതിൽ ഇടപെടാം. ഇതിനെക്കൊണ്ട് ഒരു കാര്യമില്ല. ഇതിന് വേണ്ട നടപടി എന്തായാലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനി തുടർ നടപടി ഞങ്ങളെ ഭാഗത്തുനിന്നുണ്ടാവും. ഞങ്ങൾ പ്രതിഷേധമായിട്ട് ഇത് ഞങ്ങൾ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും, ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ കാർഡ്സിന്റെ കോമ്പൻസേഷനൊക്കെ അല്ലേ അങ്ങനെ നിർമ്മാണം അവർ അവസാന ഘട്ടത്തിലേക്ക് എത്തുക. അവിടെ ഇത് മുമ്പേ ഉണ്ടായിരുന്ന ഒരു സ്ലം ഏരിയ ഉണ്ട്. ആ സ്ഥലം മറ്റൊരു ബിൽഡർ ഏറ്റെടുത്തതിന് അവരെ ആ സ്ഥലത്ത് താമസിച്ചിരുന്ന ആളുകൾ പരിമിതമായ ജീവിത നിലവാരവും വളരെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത നിലയിൽ അവരെ സമുദ്ധരിച്ച് അവർക്ക് കുറച്ച് മികച്ച താമസ സൗകര്യം എന്നുള്ള നിലക്കാണ് ഈ ഫ്ലാറ്റ് നിർമ്മിച്ചു നൽകിയത്. ആ നിലക്ക് ഇത് നിർമ്മിച്ചു നൽകിയത് വളരെ നിലവാരവും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഉണ്ടായ അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ ഈ വർഷവും ഇതുപോലെ സീലിംഗ് പൊട്ടുക, ഈ മതിൽ വീഴുക, അതുപോലെ സ്ലാബുകൾ വീണ്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് മഴ പെയ്തുകയാണെങ്കിൽ വെള്ളം വന്നിട്ട് ഈ ടൈൽസിൽ ആള് വെഴുതി വീഴുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇതിൻ്റെ ഉത്തരവാദികളായ അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇത് കഴിഞ്ഞ തവണ ഇതേപോലെ വെളിത്തവണ അടർന്നുകൊണ്ടിരിക്കുന്നു. അന്ന് വന്നിട്ട് നിങ്ങൾ ചാനലുകാരൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, നമ്മളെ വിഷമം ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഒരു നടപടിയോ ഒന്നും ഉണ്ടായില്ല. നൈറ്റിൽ ആൾ വന്ന് അന്വേഷിച്ചെന്ന് പറയുന്നു, ടെസ്റ്റ് നടത്തിയെന്ന് പറയുന്നു. അതിൻ്റെ റിസൾട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇന്നാൾ ഈ വീട്ടിൽ നിന്ന് ഇടിഞ്ഞ് വീണു. ഇനി ആർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ കുറച്ച് നേരം ഇതേമാതിരി ചാനലുകാരും മറ്റേ നേതാക്കന്മാരും വന്നിട്ട് എന്ത് സാഹചര്യത്തിൽ എന്ത് ചെയ്യാം, നടപടി എടുക്കാന്നൊക്കെ പറഞ്ഞ് പോകും. അല്ലാതെ ഒരു ഇതുണ്ടാവില്ല. നമ്മൾ ഇവിടുന്ന് തീരുന്ന പേരുണ്ടാവും നിങ്ങൾക്കൊക്കെ ഈ സന്ദർശനം. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തതും ഒരു റിപ്പയറിങ്ങും ചെയ്തിട്ടില്ല. ഈ ഏട്ടന്മാരൊക്കെ തന്നെ ഞങ്ങളുടെ കൂടെ വന്നതും ഞങ്ങൾ ഇതിനെപ്പറ്റി പല ചാനലുകാരോടും പറഞ്ഞ സംഗതികളാണ്. പക്ഷേ ഇവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യന്മാരല്ലേ, ഞങ്ങളും മനുഷ്യന്മാരാണ്, അവരും മനുഷ്യന്മാരാണ്. അവർക്കിപ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയിട്ട് നമ്മൾ വന്ന് നോക്കിയിട്ട് അവർക്ക് ഒരു പാരിതോഷികം കൊടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുത്തിട്ടോ ഒരു കാര്യമില്ല. ജീവൻ നഷ്ടപ്പെട്ട തന്നെയാണ്. ഇതിലിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവർ പരാതിപ്പെട്ടപ്പോൾ ഇതേ ഫ്ലോർ തലയിൽ വീണ് ഇവർ ചെയ്ത പണി എന്താ വെച്ചാൽ ഒന്ന് വെള്ളത്തിൻ്റെ കാര്യം, ഒന്ന് സെപ്റ്റിക് ടാങ്കിൻ്റെ കാര്യം ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഫ്ലോറിൽ കഴിഞ്ഞ പ്രാവശ്യം ഇടിഞ്ഞു വീണതിൽ അത് നമ്പർ ഇട്ട് പോയി എൻജോടി എഴുതിച്ച് പോയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഇവർക്ക് ഇത് വല്ല എന്താ പറയുക കൂട്ടലോ ഹരിക്കലോ കഴിഞ്ഞ പോലെ എഴുതിച്ചിട്ടുണ്ടാവുക. ഇതിപ്പോൾ ഒരു റൂമിൽ നിന്ന് 2 പ്രാവശ്യമായി വീണത്. ഒന്ന് അവരുടെ മരുമോനും ഉള്ളപ്പോഴും രണ്ടാമത് ആ കുട്ടിയുടെ അനിയത്തി ഉള്ളപ്പോഴാണ് വീണത്. അപ്പം ഇങ്ങനെ വീണിട്ട് 2ാമത്തെ പ്രാവശ്യമോ 3ാമത്തെ പ്രാവശ്യം ഇത് അടുത്ത കൊല്ലം ഇതേ ഒരു ആവർത്തനം തന്നെയാണ്. കഴിഞ്ഞ കൊല്ലത്തിന്റെ ആവർത്തനമാണ് ഈ കൊല്ലം വന്നത്. ഇത് അടുത്ത കൊല്ലം ഈ ആവർത്തനം തന്നെ വന്നു കഴിഞ്ഞാൽ ആകെ 4 കൊല്ലമായിട്ടുള്ള ഈ ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ട് ഒരു 8 കൊല്ലം കഴിഞ്ഞാൽ ഇതിന്റെ അവസ്ഥ എന്തായിരിക്കും എടുക്കാനുണ്ടാവില്ല. പിന്നെ ഇതിനുള്ളിൽ കൂടെ ആൾക്കാർ ഒരു ഇവിടുത്തെ ആൾക്കാർ ഞങ്ങൾ ഇടപെട്ടപ്പോൾ പറഞ്ഞത്
ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടു കൂടി ഒരു വെള്ളം ഇറക്കാനോ വറ്റി തിന്നാനോ പറ്റുന്നില്ല. നമ്മളെ മനുഷ്യരായി നമ്മളെന്താ മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത് അതും ഇല്ലാതെ അവർ പറഞ്ഞത് പഴയ ആ ഒരു വൃത്തിഹീനമായ ഇല്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നത്. അവിടെയാകുമ്പോൾ അവർക്ക് മനസ്സമാധാനവും എല്ലാം ഉണ്ടായിരുന്നു എന്നാണ്. ഈ നരകത്തിലേക്ക് ഇവരെ വലിച്ചഴിച്ച് കൊണ്ടുവന്നിട്ടതാണ് പറഞ്ഞത്. 2 റൂം, ഒരു ഹാള്, ഒരു അടുക്കള എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ അതൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ്. പിന്നെ ഫ്ലഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂം പോയിട്ടുണ്ടെങ്കിൽ ബക്കറ്റിൽ വെള്ളം എടുത്ത് ഒഴിക്കേണ്ട ഒരു അവസ്ഥയാണ് കണ്ടത്. അല്ല, ചിലരൊക്കെ ഇവിടുന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. സൗകര്യക്കുറവുകൊണ്ട് ചില വീട്ടിൽ അച്ഛനും അമ്മയും നിന്നിട്ട് മക്കളൊക്കെ വേറെ വീടെടുത്ത് പോയിട്ടുണ്ട്. അവർക്ക് സൗകര്യം ഇല്ല. ഒരാൾ കല്യാണം കഴിച്ച് 2 മക്കൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റൂമിൽ അച്ഛനും അമ്മയും മക്കളൊക്കെ ഹാളിൽ നിരന്ന് കിടക്കുന്ന ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിലാണ് ഇവിടെ കാണുന്നത്. പക്ഷെ കഴിഞ്ഞ കൊല്ലം വെള്ളത്തിന്റെ ടാങ്കും സെപ്റ്റിക് ടാങ്കും കൂടി ഒരുമിച്ചിട്ടായിരുന്നു. അത് മാത്രം നന്നാക്കി കൊടുത്തത്. ബാക്കിയൊക്കെ അങ്ങനെ തന്നെയാണ് ഇവർ ഇട്ടിട്ടുള്ളത്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഇവർക്ക് പോയിട്ടുണ്ടെങ്കിൽ പറയണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ മാധ്യമപ്രവർത്തകരെ വിളിച്ചത്, പത്രക്കാരെ വിളിച്ചത്, അവരല്ലാലും നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്, ഞങ്ങളല്ല ചെയ്തു തരേണ്ടത്, നിങ്ങൾ എന്തിനാ അവരെയൊക്കെ അറിയിച്ചതെന്നാണ് മേയർ എന്നുള്ള ഒരു സംസാര വിഷയം. അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ സൗകര്യമില്ല. അതൊരു 2 സെന്റ് സ്ഥലം വാങ്ങിക്കോളിയും, പിന്നെ ഗവൺമെന്റിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് നിങ്ങൾ വീട് വെച്ചുതരാം, വീട് വെക്കാനുള്ളത് വാങ്ങിച്ചു തരാം, 2 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി പോയിക്കോളിയെന്നാണ് അവരോട് പറയണത്. മഴ പെയ്താൽ വെള്ളം ഇങ്ങനെ വരാതിന് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും, നടക്കാൻ പറ്റില്ല. കുട്ടികൾക്ക് ഓടിയിട്ട് വീഴുക പിടിക്കുക എല്ലാം ചെയ്യും. വയ്യാത്ത ആൾക്കാരും അതേപോലെ തന്നെയാണ്. നടന്നിട്ടുണ്ടെങ്കിൽ വഴുക്ക് പിടിച്ച് വീഴും. അവർ ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് ഈ പ്ലേറ്റിൻ്റെ ഭാഗത്തൊക്കെ വീണ്ടും കയറിയിട്ടൊക്കെ പൊളിഞ്ഞിട്ട് വീണ് കിടക്കുകയാണ്. പിന്നെ ഈ കോളനിയിലുള്ളവരൊന്നും താമസിക്കാൻ ഒരു റൂമില്ല. റൂം പറഞ്ഞാൽ അവിടുന്ന് പറഞ്ഞത് ചോദിച്ചാൽ 2 ബെഡ്റൂമാണ് പറഞ്ഞു തന്നത്. 2 ബെഡ്റൂം ഇല്ല, ആകെ 1 ബെഡ്റൂമാണ് ഉള്ളത്. 1 ബെഡ്റൂം, ഒരു വരാന്തി, ഒരു ഹോള് മാത്രം. പിന്നെ കുട്ടികൾ പറഞ്ഞാൽ നമുക്ക് ഒരു പണിക്ക് പോകാനും തൊഴിലില്ല, ഒന്നുമില്ല. ഇവിടെ വന്ന ശേഷം 10 രൂപ കിട്ടാനും വഴിയില്ല. ഇവിടെ വാടക കൊടുക്കുക പറഞ്ഞാൽ വാടക കൊടുക്കുമ്പോൾ ഒരു മാസം 550 കൊടുക്കണം, ഒരു മാസം 850 കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇവിടെ താമസിക്കാൻ പറ്റിയ. പറഞ്ഞാൽ നമ്മൾ കുട്ടികളും മക്കളായിട്ട് താമസിക്കാൻ പറ്റില്ല. ഫ്ളാറ്റ് നിർമ്മാണത്തിലെ ന്യൂനതകളെക്കുറിച്ച് ഈ മഴക്കാലത്തും ചർച്ചകൾ ഉയരും. എന്നാൽ ജനങ്ങളുടെ പരാതികൾ പരാതിയായി തന്നെ നിലനിൽക്കും എന്നാണ് ഫ്ളാറ്റ് വാസികൾ പറയുന്നത്. ഞാനിവിടെ ചോദിക്കാൻ ഇന്ന് സമാപിക്കുന്നു. റിപ്പോർട്ട്